നിലമ്പൂരിൽ ആവേശമായി കുട്ടിക്കലാശം. ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 23 ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് സമാപനമായത്. മഴപ്പെയ്ത്തിലും അണയാത്ത ആവേശമായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നിലമ്പൂരിനെ ഇളക്കിമറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും ദൂരദർശൻ പ്രതിനിധികൾ ചേരുന്നുണ്ട്. VS അനന്തവും ശ്രീകുമാറും ഹരികുമാറും ചേരുകയാണ്. ഇപ്പോൾ 3 പേരും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മാമാങ്ക സ്ഥലത്താണെന്ന് പറയാം. ഇപ്പോൾ ആദ്യം അനന്തുവാണ്. അനന്തു, തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. വലിയ ആവേശം തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഒരു കൊട്ടിക്കലാശത്തിന്റെ ഒരു ആവേശമൊക്കെ എങ്ങനെയായിരുന്നു അണികളിലും നിലമ്പൂരിലുമൊക്കെ നിറഞ്ഞു നിന്നത്? തീർച്ചയായും ആവേശമെന്നല്ല, ആവേശത്തിന്റെ പരകോടികൾ തന്നെയായിരുന്നു നിലമ്പൂർ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി കുട്ടിക്കലാശം 6 മണിക്ക് അവസാനിച്ചു. അതിന്റെ ഒരു ഏറ്റവും ഗംഭീരമായ ഒരു ആഘോഷമായിരുന്നു ഈ പരസ്യപ്രചരണത്തിന്റെ അവസാനമായ കുട്ടിക്കലാശത്തിൽ ഉണ്ടായിരുന്നത്. വളരെ വലിയ ആവേശത്തിൽ മുന്നണികൾ, പ്രവർത്തകർ ഇവിടെ ഒത്തുചേർന്നു. കുട്ടിയോടുകൂടി തന്നെ പ്രവർത്തകരെല്ലാം ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നത് LDFന്റെ ഈ കുട്ടിക്കലാശം നടന്ന സ്ഥലത്തായിരുന്നു. അവിടെ വലിയ ആവേശമാണ് പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായത്. സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജ് ഉണ്ടായിരുന്നു. ആ M സ്വരാജ് ഈ പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആവേശം ഇരട്ടിയാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. മറ്റു മുന്നണികളുടെ കാര്യവും അത് തന്നെയാണ്. LDFയുടെ ഭാഗത്ത് ഹരികുമാരനുണ്ടായിരുന്നു. അതോടൊപ്പം കൊട്ടിക്കലാശം നടന്ന സ്ഥലത്തായിരുന്നു ശ്രീകുമാരനുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും വലിയ ആവേശമായിരുന്നു. കൊട്ടിക്കലാശം നടന്ന സ്ഥലത്തായിരുന്നു ശ്രീകുമാരനുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും വലിയ ആവേശമായിരുന്നു. ഈ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അനന്തു പറഞ്ഞ പോലെ തന്നെയാണ്. ആ ആവേശം അണപൊട്ടി ആകാശത്തോളം ഉയർന്ന ഒരു മണിക്കൂറുകളാണ് നമുക്കിവിടെ കണ്ടത്. UDFന്റേതാണെങ്കിൽ അവർ ഈ ആഘോഷങ്ങളൊക്കെ അല്പം കുറച്ചിട്ട് പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുക, വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു പ്രത്യേകതയായിരുന്നു UDFന്റെ ഈ കൊട്ടിക്കലാശത്തിൽ നമ്മൾ കാണിച്ചത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരും യുവ നേതാക്കന്മാരും യുവ MLAമാരും ഒക്കെ സജീവമായിട്ട് അവർക്ക് പാട്ടുപാടിയും പ്രസംഗിച്ചും ഒക്കെയാണ് പ്രവർത്തകരെ ആവേശത്തിലെടുത്തത്. എന്തായാലും ഈ പറഞ്ഞ പോലെ പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഉള്ള നിശബ്ദ പ്രചരണമാണ്. നിശബ്ദ പ്രചരണത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന് PV അൻവറിന്റെയാണ്. PV അൻവർ കൊട്ടിക്കലാശം ഉപേക്ഷിച്ചിരുന്നു. അത്രയും സമയം പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതുകൊണ്ട് PV അൻവർ ഈ കൊട്ടിക്കലാശത്തിന് ഒഴിവായി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഇനി ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നുണ്ട്. ഹരികുമാറുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ ജില്ലാ ഭരണാധികാരി എന്നുള്ള ഭരണകൂടം എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത്? പ്രചരണ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 9 മുതൽ നിലമ്പൂർ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് ഉപകരണങ്ങളുടെ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുകയാണ്. രാവിലെ ഇതിന്റെ ഒരു തിരക്കിലായിരിക്കും നിലമ്പൂർ. മറ്റന്നാൾ ആണ് വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. രാവിലെ 7 മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ്. മൊത്തം നിലമ്പൂരിൽ 2,32,381 വോട്ടർമാരാണ് ഉള്ളത്. ഇവർക്കായി 263 പോളിംഗ് സ്റ്റേഷനുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ 14 പോളിംഗ് സ്റ്റേഷനുകൾ പ്രശ്നബാധിതമാണ്. ഇതിൽ 4 വനമേഖലയിലാണ്. അതുകൊണ്ട് തന്നെ 1200ഓളം പോലീസുകാരെ ഈ മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. 2 DYSPമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. ഇതിനുള്ള ക്രമീകരണങ്ങളുമായി ജില്ലാ ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ പ്രചാരണ കോലാഹലങ്ങളൊക്കെ സമാപിച്ചിരിക്കുന്നു. ഇനി നാളെ നിശബ്ദ പ്രചരണമാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണ് നിലവിലുള്ള ഈ പ്രചരണ കോലാഹലം അല്ലെങ്കിൽ ആവേശം അടുത്ത ദിവസത്തെ നിശബ്ദ പ്രചരണത്തിൽ തുടരുക എന്നുള്ളതാണ് മുന്നണികൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രം. എന്തായാലും മറ്റന്നാൾ വോട്ടിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ കടക്കുമ്പോൾ പരമാവധി വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളും ഉള്ളത്. 3 മുന്നണികളും വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇടതും വലതും തമ്മിലാണ് മത്സരമെങ്കിലും 3 മുന്നണികളും PV അൻവർ ഒരു ഫാക്ടറായി ഇതിൽ കടന്നു വന്നതിന് ശേഷം അതും ഒരു വലിയ ഘടകമായി ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ 19-ാം തീയതി ജനം വിധി എഴുതുമ്പോൾ അറിയാം എങ്ങനെയായിരിക്കും മണ്ഡലത്തിന്റെ പോക്ക് എന്നുള്ളത്. സൈമ. അനന്തു, നമുക്കറിയാം ഇപ്പം PV അൻവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 3 മുന്നണികളും സജീവമായി തന്നെ കൊട്ടിക്കലാശമൊക്കെ വലിയ രീതിയിൽ ആറാടി തീർത്തപ്പോൾ PV അൻവർ മാത്രം ഈ ഒരു കൊട്ടിക്കലാശത്തിലും വ്യത്യസ്തനായി തന്നെ തന്റെ പ്രചരണം പോലെ തന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടത്. PV അൻവർ എന്താണ് ഈ കൊട്ടിക്കലാശത്തിൽ നിന്ന് പിന്മാറുന്നതിനെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു ഭാഗം എന്താണ് വ്യക്തമാക്കിയത്?
തീർച്ചയായിട്ടും പി വി അൻവർ തുടക്കം മുതൽ തന്നെ ഈ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ കൊണ്ട് ഒരു ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആദ്യം മത്സരിക്കുന്നുണ്ട്, UDF-നൊപ്പമാണ്, അങ്ങനെ വളരെയധികം അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു. അപ്പോൾ അത് ആ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ആ ഒരു സസ്പെൻസ് ഇന്ന് നിലനിർത്തിയെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ വിവരം കൊട്ടിക്കലാശം നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം രാത്രിയോടുകൂടി ഒരു സന്ദേശം ഉണ്ടായി, കൊട്ടിക്കലാശം ചന്തക്കുന്നിൽ നടത്തുന്നു, എല്ലാ പ്രവർത്തകരും അവിടേക്ക് എത്തണം എന്ന തരത്തിലൊരു സന്ദേശം ലഭിച്ചു. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ കൊട്ടിക്കലാശത്തിന്റെ സമയമായപ്പോൾ കൊട്ടിക്കലാശത്തിലേക്കില്ല, പകരം വോട്ടർമാരുടെ ഇടയിലേക്കാണ്. അങ്ങനെയാണ് പറഞ്ഞത്, ഈ പ്രവർത്തകരെ പിൻവലിക്കാൻ കഴിയില്ല. അതെ, നമ്മളോട് കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കൊട്ടിക്കലാശം ഒഴിവാക്കുന്നതന്നെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. നമ്മളാണ് ആദ്യം അത് പറഞ്ഞിരുന്നത് തന്നെ. എന്തായാലും പി വി അൻവർ ഒരു ഫാക്ടർ തന്നെയാണ്. ഈ പി വി അൻവറിന്റെ കത്രികപ്പൂട്ട് ആരെയാണ് ബാധിക്കുക, അതേ പി വി അൻവർ അട്ടിമറി വിജയം നേടുമോ എന്നുള്ളതാണ്. എന്തായാലും ഇവരുടെയൊക്കെ ഈ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ നല്ല നിലമ്പൂരിന് ഏതായാലും കഴിഞ്ഞ 23 ദിവസമായി നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏകദേശം പ്രചരണമൊക്കെ തുടങ്ങിയ സമയത്ത് എന്നുള്ള രീതിയിൽ പി വി അൻവറിനെ വിജയിപ്പിക്കണം. പിന്നെ തുടരും LDF, വളരും നിലമ്പൂർ എന്ന മുദ്രാവാക്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് ജനങ്ങളുടെ മുന്നിൽ അതുപോലെ വികസന കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ വിശദമായി ചർച്ച ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും അല്ലേ? ശരി, നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആ കഴിഞ്ഞ 23 ദിവസവും തെരഞ്ഞെടുപ്പ് പാർട്ടികളിലെ അല്ലെങ്കിൽ മുന്നണികളുടെ കൂടെ തന്നെ നമ്മളും അവിടെ ആ ദിവസങ്ങളിലെല്ലാം ഇവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വോട്ടെടുപ്പാണ് മറ്റന്നാൾ, അതിനുശേഷം ഫലപ്രഖ്യാപനമുണ്ട്. ഈ ദിവസങ്ങളും വളരെ സജീവമായി തന്നെ നമ്മുടെ ടീമെല്ലാം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.